ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. കൗണ്ടറെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നാട്ടിലെ കാര്യങ്ങൾ സമാധാനമായോ? அங்கேயெல்லாம் ஒருவிதம் ஒதுக்கியாச்சு. அடித்து ஒதுக்கியாச்சு என்று சொன்னது தான் சரி. அங்கே அதுதான் ஃபாதர் சட்டம். അത്തരം സമാധാനം കൊണ്ട് എന്തു കാര്യം? മനുഷ്യർ മനസ്സിൽ തട്ടി പരസ്പരം ഉണ്ടാക്കുന്ന കരാറല്ലേ നല്ലത്? ஆமாம் ஃபாதர், என் அப்பா ரொம்ப நல்லவர். ஆனால் என் தாய் வீட்டுக்காரங்க கொல்லும் கொலையுமா நடந்தவங்க. அவங்க தான் அண்ணங்களோட ரோல் மாடல். என்னுடைய ரோல் மாடல் அப்பா தான். പക്ഷെ കൗണ്ടർ ചെയ്തതും അക്രമമല്ലേ? അവരെ അടിച്ചമർത്താൻ നോക്കുകയല്ലേ ചെയ്തത്, അതും ഗുണ്ടകളെ ഉപയോഗിച്ച്. ஃபாதர் தாக்குதலை எதிர்க்கக்குள்ள தாக்குதலும் ரெண்டும் ரெண்டாக்கும். ஃபாதருக்கு மொழி நல்லாவே புரியும். ஃபாதரோடு அது போதும். சில பேருக்கு வேண்டது அதுவல்ல, அவங்களுக்கு தகுதியுடையது தான் கொடுக்கணும். എന്തായാലും അക്രമം ഒരു പരിഹാരമല്ല. കൂടുതൽ ശക്തി സംഭരിക്കുമ്പോൾ തോറ്റുപോയവർ തിരിച്ചടിക്കും. അക്രമം തുടർക്കഥയാവുന്നത് അങ്ങനെയാ. மொத்தத்திலும் சரிதான் ஃபாதர். ஆனால் காட்டு நீதியிடம் உபதேசம் நடக்காது. அவங்களை சரி செய்வது சில வழிகள் நான் பார்க்கிறேன். നടക്കുമോ എന്ന് பார்க்கலாம். അതെന്ത് വഴികളാണ് കൗണ്ടർ? എനിക്കും പഠിക്കാമല്ലോ. என் அண்ணன்களை சரி செய்வது யாராலும் முடியாது. ஆனால் அவங்களுடைய பிள்ளைகளை சரியாக்கலாம். அவங்கள தூரத்தில் அனுப்பி படிக்க வைக்கிறதுக்கு என் அண்ணிகளோடு நான் சொன்னேன். லோகத்தை பார்த்து திரும்பி வரும்போது அவங்களுக்கு மாற்றம் வரும். பொதுவாக அடுத்த தலைமுறைக்கே മാറ്റം വരും. അതൊരു ഉഗ്രൻ പദ്ധതിയാണ്. ചേട്ടത്തിമാർക്ക് കൗണ്ടർ ഇഷ്ടമാണല്ലേ? பின்னல்லாம அவங்களுக்கு நான் அருமையான தம்பி. குழந்தைங்களுக்கு நான் அவங்களுடைய விளையாட்டு தோழனான சித்தப்பா. அண்ணன்மாർക്ക് நான் அவங்களை அடித்து குதிக்கக்கூடிய டான். കൗണ്ടർ ഒരു ഗംഭീര കഥാപാത്രമാണ്. അസാമാന്യ ആഴമുള്ള കഥാപാത്രം. கொஞ்சம் கூட இல்லை சார். இங்கே பார்ப்பது தான் நான். எல்லாம் எல்லாருக்கும் தெரிஞ்சது. ബിസിനസ്സിൽ കൂടെ ഒരു രഹസ്യവും ഞാൻ വയ്ക്ക മാട്ടേൻ. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. മനുഷ്യർ പലപ്പോഴും നമ്മൾ കാണും പോലെയല്ല. ഒരാളുടെ ഉള്ളിൽ തന്നെ പലരുണ്ടാവും. ഓരോന്നായി അറിഞ്ഞു വരാൻ ഒരുപാട് കാലമെടുക്കും. അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും. அப்படியெல்லாம் சொல்வதற்கு எனக்கு தெரியாது ஃபாதர். எல்லா நாளும் நான் திருக்குறள் வாசிப்பேன். அதுதான் என்னுடைய വഴികാട്ടി. അത് ധാരാളം. എന്തായാലും നമ്മുടെ ചർച്ച അല്പം ഗൗരവത്തിലായിപ്പോയി. ഇടയ്ക്കിതുപോലെ പള്ളിമേടയിലേക്ക് വരണം. എല്ലാം നന്നായി വരട്ടെ. കുട്ടപ്പായി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ഗംഗാരേട്ടാ, എന്നെ വഴക്കൊന്നും പറയരുത്. അപ്പം നീ എന്തോ കുന്നായ്മ ചോദിക്കാൻ പോകുന്നു. അതാണല്ലോ ഈ മുൻകൂർ ജാമ്യം. ടീച്ചർ ചോദിച്ചോളൂ. ടീച്ചറുടെ ചോദ്യത്തെ നേരിടാൻ ഞാൻ ഇന്നലെയേ തയ്യാർ. പിന്നെ ഈ കൗണ്ടർ എന്താ കല്യാണം കഴിക്കാത്തത്? പ്രായം കുറച്ചായി കാണുമല്ലോ. കുട്ടപ്പായിയുടെ അമ്മയെക്കാളും മൂത്തതല്ലേ? ബേബി, നിനക്ക് നമ്മുടെ വീട്ടിൽ ധാരാളം കാര്യങ്ങൾ നോക്കാനുണ്ട്. വാർഡിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓ, അതൊന്നും പോരാതെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കും. ഓ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയെ നിരുത്സാഹപ്പെടുത്തല്ലേ ഗംഗാരേട്ടാ. ഞാൻ പറയാം. ഓ, എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചു. അതിനിത്ര പുച്ഛിക്കുകയൊന്നും വേണ്ട. വല്ലാത്തൊരു കൗതുകം തന്നെ. ടീച്ചറെ, ഓ, മാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അമ്മയുടെ ഒളിച്ചോട്ടം. അയ്യോ, പിന്നെ മനസ്സ് നിറയെ പെങ്ങളെക്കുറിച്ചുള്ള ചിന്തയായി. പെങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും കല്യാണം കഴിക്കാമല്ലോ. എന്നാ ബേബി നിനക്കിതൊക്കെ ഒന്ന് മനസ്സിലായി വരുന്നത്? കഷ്ടം. ടീച്ചർക്കത് മനസ്സിലാവില്ല. എൻ്റെ മറ്റ് രണ്ട് അമ്മാവന്മാർക്കും അത് മനസ്സിലായതുമില്ല. അമ്മയ്ക്ക് കിട്ടേണ്ട സ്വത്ത് സ്വന്തമാക്കുന്നതിനായിരുന്നു അവരുടെ നോട്ടം. എനിക്കത് മനസ്സിലാവും കുട്ടപ്പായി. ഗംഗാരേട്ടന് പെങ്ങളെ എന്തിഷ്ടാ. അവളെത്ര ദ്രോഹിച്ചാലും പിന്നെയും അവളെക്കുറിച്ചാണ് വിചാരം. അതൊരു മനുഷ്യത്വമാണ് ബേബി. ഒരേ വയറ്റിൽ ജനിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അത് തലച്ചോറിൽ മായാതെ പതിയുകയും വേണം. ശരിയാ ഗംഗാരേട്ടാ. എന്നെ കണ്ടുപിടിക്കാൻ മാമൻ നടത്തിയ സാഹസം ഓർത്തു നോക്കൂ. അതെന്നോടുള്ള സ്നേഹമല്ല,
എൻ്റെ അമ്മയോടുള്ള സ്നേഹമാണ്. ആ കൊള്ളാം. കുട്ടപ്പായിയോട് കൗണ്ടർക്ക് സ്നേഹമില്ലെന്നാണോ? അതാണോ അവൻ പറഞ്ഞത്? അവൻ്റെ അമ്മയോടുള്ള സ്നേഹമാണ് ഇപ്പോൾ അവന് കിട്ടുന്നതെന്നാണ്. അതേ ഗംഗാരേട്ട, അമ്മയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാനും സ്നേഹിക്കാനും കഴിയാതെ പോയതിൻ്റെ കടം തീർക്കാനാണ് ഇക്കണ്ട സ്വത്തൊക്കെ എനിക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നത്. അതൊന്നും വെറും സ്വത്തല്ല, സ്വന്തം പെങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹം എന്ന് വേണം കരുതാൻ. ഇത്രയൊന്നും ഞാനും ആലോചിച്ചില്ല കുട്ടപ്പായി. കണ്ണു നിറയുന്നു. ഇത്രയും പറയാതെ തന്നെ ഇത് മനസ്സിലാക്കി കണ്ണു നിറയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അതെ. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, M ശിവകുമാർ, സന്തോഷ് തിരുമല, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.